യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയോടടി പൊരിഞ്ഞ അടിയോടി എന്നൊക്കെ പറയൂലേ, അടിയോടടി കിച്ചണിൽ വെച്ചിട്ടാണോ അടി? സീസൺ 7 ഒരു പ്രത്യേകത കേട്ടോ, കിച്ചണിലാണ് അടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മറ്റുള്ള സീസണിലൊന്നും അങ്ങനെയല്ലായിരുന്നു, വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അത് ലാലേട്ടൻ പറഞ്ഞില്ലേ, ഏറ്റവും മനോഹരമായ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണാണ്. അതുകൊണ്ട് ഇവര് കിച്ചൺ തന്നെ തിരഞ്ഞെടുക്കുക. അടി തുടങ്ങാൻ കിച്ചണാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇന്ന് രാവിലെ എല്ലാരും എണീറ്റ് വന്നു. അപ്പം എണീറ്റ് വന്ന് കോഫി ചായ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കാപ്പിപ്പൊടി ഒരു കുപ്പി. അപ്പം അപ്പാനിയാണ് ഇതിന്റെ കിച്ചൺ ക്യാപ്റ്റൻ. അപ്പാനി വന്ന് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ ബാക്കി കിച്ചൺ പരിപാടികളാണ്. അപ്പൊ അപ്പാനി വന്നിട്ട് ചോദിച്ചത് എവിടുന്നാണ് ഈ സാധനം. ഇന്നലെ ഈ സാധനം തീർന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ചായയാണ് ഇന്നലെ വൈകിട്ട് ഇട്ട് കുടിച്ചതെന്ന് പറയുന്നത്. അപ്പൊ കോഫി പൗഡർ ഇന്നലെയും കൂടെ ആ ഡെപ്പിലുള്ളത് തീർന്നതാണ്. പിന്നെ എവിടുന്ന് കോഫി വന്നു എന്നുള്ള സംഭവമായി. അതില് അവസാനം ഇന്നലെ കയറി തപ്പിയതുമാണ്. ഇന്നലെ മൊത്തം തപ്പിയതാ. കിച്ചൺ ടീമിനെ വിശ്വാസമില്ലാഞ്ഞിട്ട് ബെന്നിയൊക്കെ കയറി തപ്പിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ബെന്നി ആവാറുണ്ട്. അപ്പോ ഈ കാര്യം അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തതാ. എന്ത് കാപ്പിപ്പൊടി കഴിഞ്ഞു, വൈകിട്ടോടെ കഴിഞ്ഞു എന്നുള്ളത്. അതിനുശേഷം അപ്പാനി പറഞ്ഞു കുക്ക് ചെയ്യണ്ട, ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പത്തേക്കും ഓരോരുത്തർ അവിടെ നിന്ന് പറയാൻ തുടങ്ങി. നെവിൻ കോഫി കുടിക്കുന്നത് കണ്ടു, നെവിനെ വിളിച്ചു. നെവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ജിസേലാണ് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനം എന്തായെന്നറിയോ, ശരിക്കും കള്ളിയാകുന്നത് ജിസേലാണ്. ജിസേല് പക്ക ഫ്രോഡാണ്. അതായത് ഓരോ സാധനങ്ങളും അവർക്ക് ആവശ്യമുള്ളത് മാറ്റി വെക്കുക, എന്നിട്ട് പിന്നീട് എടുക്കുക, ആളിത് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഒന്ന് ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ബിഗ് ബോസിന്റെ നിയമം തന്നെ തെറ്റിച്ച് പല കാര്യങ്ങളും അവിടെ യൂസ് ചെയ്തു. ഇത് കണ്ടിട്ടും അറിഞ്ഞിട്ടും ആരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അനുമോള് മാത്രമാണ് പ്രതികരിച്ച്. CID ആയിട്ട് ആൾക്ക് പ്രത്യേക അപ്രീസിയേഷൻ ഒക്കെ ലാലട്ടം കൊടുത്തതുമാണ്. കാരണം അത്രയും നല്ല കാര്യമാണിത്. കാരണം നിയമം തെറ്റിച്ചിട്ട് അത്രയും വലിയൊരു കണ്ടന്റ് ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ജിസേലാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു വിഷയമല്ലാതായി മാറും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് തന്നെ ജിസേലിന് എന്ത് പ്രത്യേക പരിഗണനയുള്ളത്. ഇന്നിപ്പോ എനിക്ക് കുറെ ആൾക്കാരോട് റെസ്പെക്ട് തോന്നിട്ടോ. കാരണം ഷാരിക അവിടെ ചോദിക്കുന്നുണ്ട്, ജിസേലിന് മാത്രം എന്ത് പരിഗണനയാണ് ഇവിടെ ഉള്ളത്. ഷാരിക കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാല് തിരുമ്മി കൊടുക്കുന്നു, കാല് ഒഴിഞ്ഞു കൊടുക്കുന്നു, എല്ലാ സപ്പോർട്ടുകളും ആളെ ഒലിപ്പിക്കുന്നു, അങ്ങോട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ ഒരു വിഷയം ഉണ്ടായി. അപ്പാനി ശരത്തൊക്കെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചു കൊടുത്തത്, സ്പെഷ്യലായിട്ട് നിനക്ക് മാത്രം എന്ത് പ്രത്യേകത ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അക്ബർ വന്നു, ആദ്യം ഇതെല്ലാം കേട്ടോണ്ട് നിന്നു, ഒറ്റപ്പോക്ക. പിന്നെ അക്ബറിനെ കാണാനില്ല, ഏരിയ കാണാനില്ല. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരാനായപ്പോഴാണ് വന്നിട്ട് സംസാരിക്കാൻ. അതും കാര്യം കൈവിട്ടു പോയി. എല്ലാവരും, അതായത് കൂടെ നിൽക്കുന്നവർ പോലും എതിർത്ത് സംസാരിച്ചു. പക്ഷെ ആളെ തലോടി കൊണ്ടാണ് സംസാരിച്ചത്. മോളെ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്താൽ അങ്ങനെ പെരുമാറിക്കൂടായിരുന്നു. വേറൊരാളാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? മറിച്ചിടൂല ഒരു വീട്. ഇന്നലെ ഇപ്പം കിച്ചണില് ഫുഡ് താമസിച്ചു എന്ന് പറഞ്ഞിട്ട് അനുമോളെ എല്ലാരും കൂടിയിട്ട് എന്താണ് ചെയ്തത്? അതെ. അപ്പം ഒരാള് ഈ ജിസേൽ എന്ത് ചെയ്താലും ഇങ്ങനെ. പിന്നെ മാത്രല്ല ജിസേലിനോട് കുയിന്താണ് ആർക്ക്, അനുമോൾക്ക് എന്നുള്ളതാണ് രീതിയിലാണ് പറയുന്നത്. എന്ത് കുശുമ്പാണ് ആൾക്കുള്ളത്. അതായത് ആള് ചെയ്തതൊക്കെ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. ഈ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചത് ജിസേൽ തന്നെയാണ്. എന്നിട്ട് ബിഗ് ബോസിന് ഇടപെട്ട് ബിഗ് ബോസിന്റെ ആൾക്കാർ ടീമിനകത്തേക്ക് വിട്ട് അതെല്ലാം എടുത്തു കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നതാണ്. ഇതെല്ലാം കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും ഈ പറയുന്നതില്, അതായത് ആളെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആര്യന്റെ അഭിനയമാണ് അതിലും വലിയ തെറ്റ്. അതായത് ക്യാപ്റ്റനാണ്. പിന്നെ മാത്രമല്ല തെറ്റ് ജിസേലിന്റെ ഭാഗത്താണെന്ന് കൃത്യമായി 100% അറിയാം. എന്നിട്ട് തലോടി കൊണ്ടുള്ള ശകാരം. അല്ലേ ഇവര് സംസാരിച്ചു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാപ്പിപ്പൊടിയെ കുറിച്ചാണ്. അപ്പോഴേക്കും കൊണ്ട് വിങ്സ് ഇടണം, വിങ്സ് ഇട്ടിട്ട് അവിടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഇവിടുത്തെ നിയമം അതാണ്. അതായത് അവിടെ പറയുന്നത് അനുമോള് ആർക്കെതിരെ പറയുന്നത്? ജിസേലിനാണ്. അപ്പൊ ജിസേലിന്റെ, അതായത് ഗേൾഫ്രണ്ടിനെതിരെ വന്നപ്പോൾ ആര്യന് പിടിച്ചില്ല. അതല്ലേലും ഇടയ്ക്കിടയ്ക്ക് പിടിക്കാത്തതാണ്. ഇനി വേറൊരു കാര്യം പറയാം. നെവീൻ ഉണ്ടല്ലോ, നെവീന്റെ കാര്യം എടുത്ത് പറയണം. നെവീൻ പക്ക ഇതില് ജിസേലിന്റെ കൂടെയാണ്. കാരണം ഇത് രണ്ടാന്ന് പറഞ്ഞിട്ട് അത് അനുമോള് കറക്റ്റ് ആയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നെവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, നിനക്ക് ഫുഡ് കിട്ടിയാ പോരെ? മതി.
അത് പറയാ മതി. അപ്പൊ എന്ത് ചെയ്തിട്ട് ആരെന്ത് ചെയ്ത് കൊണ്ടിരുന്നു എന്നുള്ളതൊന്നും അവൻ അറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ പട്ടിണി കിടക്കുന്നോ മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണോ അതിന്റെ ഈക്വാലിറ്റി ഒന്നും ഇവിടെ വിഷയമല്ല. അവന് ഫുഡ് കിട്ടും, അവർക്ക് അവരുടെ വയറ്റിലേക്ക് ഈ സാധനം കിട്ടണം. ആർക്ക്? ജിസേലിനും നെവിനും. എന്നിട്ട് അതിന് എടുത്തു വെച്ചതാണ്. അക്ബർ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അത് എടുത്തു വെച്ച് ഇപ്പൊ ഇന്നലെ എല്ലാവരും തപ്പി ഇതിനെ കുറിച്ച് ടോക്ക് നടന്നു, അപ്പോഴെങ്കിലും ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ? അപ്പൊ ആള് പറയുന്നുണ്ട് വേറെ കാര്യം, അതായത് ഞാൻ എടുത്തു വെച്ചത് എന്റെ കഴിവാണ്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോ അത് നിങ്ങളുടെ പ്രശ്നമാണെന്ന്. അപ്പോ കണ്ടെത്താതിരുന്നെങ്കിൽ അതുവരെ അതായത് ആളിത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും. മറ്റുള്ളവരൊക്കെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കണ്ടെത്തുന്നത് വരെയാണോ അതിൻ്റെത്? അതായത് കട്ടെടുത്ത് ഇത് ഒളിപ്പിച്ചു വെക്കുന്നതല്ല തെറ്റ്. ഇനി ഇതിനകത്ത് അക്ബർ ഇത് ചോദിച്ചു. അക്ബർ ചോദിച്ചതിന്റെ ഇതാ ഞാൻ നമ്മൾ പറഞ്ഞത്, ഇവര് ഈ തലമുടി ചോദിക്കുന്നതും ചൂടായി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അക്ബർ വേറെ ആരായിരുന്നാലും അക്ബർ ഇങ്ങനെ സൗമ്യമായിട്ടായിരിക്കും അവിടെ ചോദിക്കുന്നത്. ഒരിക്കലും അക്ബറിന്റെ സ്വഭാവം നമുക്കറിയുന്ന, അക്ബർ ഏത് രീതിയിലായിരിക്കും അവിടെ പെരുമാറുക എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ആളെ ന്യായീകരിച്ച് നന്നാക്കാനുള്ള ശ്രമം കൂടി അതായത് ചില പോയിന്റുകൾ ഇട്ടുകൊടുത്തിട്ട് ആൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക. എന്തൊരു സ്നേഹം എന്നറിയോ ഇവരുടെ ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു അതായത് ഈ ബാക്കി ഇവരുടെ അക്ബർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നെവിനൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ബിഗ് ബോസ് ആണ് ഈ പേരും മറന്നു, ജിസൈൽ. ഫ്രോഡൊന്നും വേറെ പലതൊക്കെ വരും, കള്ളിയൊക്കെ പറഞ്ഞിട്ട് ആ പാവം പിടിച്ച അനുമോളെ ഇപ്പോഴും ചപ്പാത്തി കള്ളി. ചെയ്യാത്ത കാര്യത്തിന് കള്ളി എന്ന് വിളിക്കുമ്പോ ഒരാൾക്ക് വേദനയും സങ്കടമൊക്കെ തോന്നും. ചെയ്ത ആളെ വിളിക്കാനും പാടില്ല, വിളിക്കുന്നില്ല, പ്രശ്നമല്ല. ഇത് ചെയ്തതാണെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണത്. ജിസേൽ നല്ല ചിരിച്ചുകൊണ്ട് നിന്നിട്ടാ കേൾക്കുന്നത് കള്ളി കാപ്പിക്കള്ളി എന്ന് വിളിക്കുമ്പോ. അത് അവള് ചെയ്തത് തെറ്റാണ്, അവർക്ക് ഒരു വിഷമം ഉണ്ടാവൂല. എന്നിട്ട് ചെയ്യാത്തതാണ്. ശരിക്കും അറ്റാക്ക് ചെയ്യണ്ടേ? പിന്നെ കിട്ടുമ്പോ അതിനകത്ത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവരെ പോലെ തന്നെയാണ് നിങ്ങൾക്കും കാപ്പി കുടിക്കണം എന്നുള്ള ആൾക്കാർ. ഇപ്പൊ അക്ബർ തന്നെ പറയുന്നുണ്ട്, നീ എപ്പോഴും കാപ്പി കൊണ്ടു തരും, ഞങ്ങള് കുടിക്കും. ഇത് ഗേൾ ഫ്രണ്ട് അല്ലേ? ബോയ് ഫ്രണ്ട്സ് അല്ലേ? ബോയ് ഫ്രണ്ട്സിന് ഇങ്ങനെ രാവിലെ ഇങ്ങനെ കണ്ണിങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റിട്ട് ഇങ്ങനെ കണ്ണ് കോഫി കൊണ്ടേ കൊടുക്കല്ലേ? അവ അങ്ങനെ കിട്ടി മൂഞ്ചി ഇങ്ങനെ പഠിച്ചേ ഇത് എവിടുന്നാ കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇത് പാത്ത് വെച്ചിട്ട് ഒളിച്ചും പാത്തും കള്ളത്തരം കാണിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊന്നും നോ പ്രോബ്ലം. ജിസേല് ഒരു പെരും കള്ളിയും പെരും നുണച്ചിയാണ്. തുറന്ന നുണ മാത്രമേ പറയുള്ളൂ. എന്തൊരു നുണയാ പറയാ എന്റെ പൊന്നോ. ഇന്നലത്തെ അതായത് ആരും ചിരിച്ച വിഷയല്ലേ, അത് കരച്ചിലാണ് എന്ന് പറഞ്ഞ ആക്കിയത് ജിസേലാ. കണ്ടില്ലേ? അത്ര നിലവാര ജിസേല. അത് ഇന്ന് അതിന്റെ ഇടയിൽ കൂടി ഇരുന്നിട്ട് ആര്യം പറയാ, എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമാശ. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആര്യനെ എന്താണ് ആര്യം കരയാന്ന് പറഞ്ഞാ അവര് നുണയാന്ന് പറയും. അത് കരയാണോ ചിരിക്കാണോ എന്ന് അതിനുള്ളിലത്തെ ആൾക്കാരെ കണ്ട, പുറത്തെ ആൾക്കാർ നന്നായിട്ട്. അത് അനുമോള് പറയുന്നുണ്ടായിരുന്നു, അതായത് നീ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. അഭിനയൊക്കെ ഞങ്ങൾ കണ്ടു. ഇന്നലെ ചിരിച്ചിട്ട് അത് കരയാന്ന് പറഞ്ഞാണ്ട് മാറ്റിയ ആളല്ലേ. അഭിനയൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് അനുമോള് പൊളിച്ചെടുക്കുന്നു. അനുമോള് നല്ല കറക്റ്റ് ആയിട്ട് കൊടുത്തു, നെവീനിട്ട് കൊടുത്തു. അതായത് നിനക്ക് വേറെ ആർക്ക് എന്നുള്ളതൊന്നുമില്ല, കട്ടതാണോ നേർവഴിക്ക് കിട്ടിയതാണോ ഒന്നും ഒരു വിഷയമല്ല. നിനക്ക് ഫുഡ് കിട്ടിയാ പോരെ, അതല്ല നിന്റെ ആവശ്യം. അതിന് ആരുടെ കൂടി നിൽക്കും, ആന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പാട്ട് പാടിക്കൊണ്ട് പ്രതികരിക്കണം ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. അത് നമ്മുടെ പുറത്തുനിന്നുള്ള വോട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പല്ലേ? അത് എന്തായാലും ഓരോരുത്തർക്കും വന്നിട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കാം നെവിനോട്. അതിന് നെവിൻ ഉത്തരം പറയുന്നത് പാട്ടിലൂടെ പറയണം. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞങ്ങളിപ്പോ കണ്ടു, പക്ഷെ വലിയ ഗുണമൊന്നും. അതിൽ ജിസൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചപ്പാത്തി കുറെ അരച്ചല്ല ഉണ്ടാക്കി തന്നതല്ലേ, ഇതൊക്കെ തിന്നു നിൽക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ട് കുറ്റം പറയുന്നു. അയ്യേ നാണക്കേട്, അല്പൊളിപ്പ്. സത്യം. അത്രയും. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾക്കുള്ള എല്ലാ സാധനവും എടുത്ത് ജിസൈലിന് അങ്ങ് വിളമ്പി കൊടുക്കും. ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി ഉരുട്ടി തന്നല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ അനുമോളെ നിങ്ങളെല്ലാരും കൂടി കയറിയിട്ട് ക്രൂശിച്ചില്ലേ, അനുമോളല്ലേ ഇത്രയും ദിവസം നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നോണ്ട്. അപ്പൊ അത് പറയണ്ടേ? അത് ചോദ്യല്ലേ? അപ്പൊ തിന്നാൻ ഉണ്ടാക്കി തരുന്നതല്ല, അവിടെ തെറ്റുണ്ടെങ്കിൽ അവിടെ പറയണം, അത്രേ ഉള്ളൂ. അത് കൂട്ടുകാരിയല്ല കൂട്ടുകാരനല്ല ആരാണെങ്കിലും. പിന്നെ മാത്രല്ല അത് അവരുടെ ജോലിയല്ലേ. ആ സമയത്ത് അവരുടെ ടീമിന്
കൊടുത്തിട്ടുള്ള ചുമതലയാണത്. അത് അവർ നിർവഹിക്കുക അത് അവര് ചെയ്യുന്നതിന് എന്ത് ഇത്ര ജിസയിൽ ചെയ്യുമ്പോൾ മാത്രം എന്ത് ഇത്ര അതിശയം എന്നാണ് ജിസയിൽ ചെയ്യുമ്പോ അത് സർവീസ്. ഇപ്പൊ അതിനു മുന്നേ മറ്റേ ഒനിയിലും ഫുഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ടാണ് ജിസേൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അനുമോൾ ഉണ്ടാക്കി. ഇതിനകത്ത് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ജിസേലിന് മാത്രം? ജിസേല് മാത്രമേ ചപ്പാത്തി ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നുള്ളൂ, മറ്റവരൊക്കെ ചതുരത്തിലാണ് ഉണ്ടാക്കി തന്നത്. ഒണിയില് പ്രശ്നം ഉണ്ടാക്കുമ്പോ ഇപ്പൊ പറയണല്ലോ, നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നാണ്, അണ്ണാക്കിലേക്ക് തന്നാണ്, അതുകൊണ്ട് ഒണിയിലിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ മാറിയിരുന്നല്ലോ. കുറച്ച് ടീം ഇറങ്ങിയിട്ട് ഇത് പൊളിച്ചെടുക്കണം, ഇത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് വേറെ അവർക്ക് അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇത് പറ്റൂല. ഇത് ബിഗ് ബോസ് പൊളിച്ചെടുക്കണം ഈ സാധനം. അതായത് ഈ തെറ്റുകൾ വന്നിരിക്കുന്നത് കറക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം അതായത് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തായിരുന്നു, അതിനുള്ള പണിഷ്മെന്റും കൊടുക്കണം. അനുമോള് കൃത്യമായിട്ട് അതായത് CID പരിപാടി നടത്തി തെളിയിച്ചതാണ്. പിന്നെ മാത്രല്ല ബോയ് ഫ്രണ്ട്സ് ആണ്, അതൊക്കെ ബോയ് ഫ്രണ്ട്സ് ആണ്, ആ രീതിയിലാണ് പരിഗണിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അത് പറഞ്ഞതിലൊരു തെറ്റില്ല എന്ന് അവർക്ക് തോന്നണം. പിന്നെ ഒരു തെറ്റില്ല എന്നുള്ള അതിപ്പോ കറക്റ്റ് ഇന്നത്തെ രാവിലത്തെ സംഭവത്തോടെ അത് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് വേണം നാളത്തെ വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോ ചോദ്യങ്ങൾ അങ്ങോട്ട് പോരാ. പൊളിക്കോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചെയ്യണമെന്ന് ഇതുപോലെ ആയിരിക്കണമെന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ബിഗ് ബോസിനോട്. എന്തായാലും ജിസേല് ഞങ്ങൾക്ക് വളരെ മികച്ചൊരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം. പോയി വളരെ വേസ്റ്റ്, അതായത് മോശം സ്വഭാവം. കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പവർ ഉണ്ട്, ആകെ മറ്റേ ഒരു ഇതില് മാത്രം ഫിസിക്കൽ ടാസ്ക്, അല്ലാതെ ആളുടെ നിലപാടും കാര്യങ്ങളൊക്കെ വളരെ മോശം. ഡബിൾ സ്റ്റാൻഡ് ഉള്ള പരിപാടിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. പിന്നെ ലോക ഫ്രോഡുമാണ്. പക്കാ ഫ്രോഡ്.